ലൈഫ് ഓഫ് ചിന്നക്കനാൽ 301 കോളനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഓണത്തിന് എല്ലാവർക്കും കിറ്റ് കൊടുത്തു. ആ കിറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇന്നലെ ആണ് കിട്ടുന്നത്. ഇന്നലെ 17-ാം തീയതി 17/10/2025 എല്ലാവർക്കും ഓണത്തിൻ്റെ മുൻപേ കിറ്റ് കൊടുത്തു. ട്രൈബൽ ഓഫീസിൽ നിന്ന് കിട്ടിയ കിറ്റാണ് ഇത്. കാണിച്ചു തരാം. എല്ലാവർക്കും ഓണത്തിന് കൊടുക്കേണ്ട കിറ്റ് ഞാൻ നല്ല പല ഓഫീസർമാരോടും എല്ലാവരോടും വഴക്കുണ്ടാക്കി. എന്തുകൊണ്ട് ഞങ്ങൾക്ക് കിറ്റ് തന്നില്ല ഇത്രയും നാളുമായിട്ടും എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കി. അങ്ങനെയാണ് ഈ സാധനം ഇവിടെ വന്നത്. ഇല്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ കിറ്റ് കിട്ടാൻ കാരണം. അല്ലെങ്കിൽ ഈ കിറ്റ് ഇവിടെ കിട്ടുകയില്ല. ഇത് വെളിച്ചെണ്ണയാണ്. 1/2 കിലോ വെളിച്ചെണ്ണ, ചെറുപയർ, മഞ്ഞൾപ്പൊടി, കടല, ചായപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, പരിപ്പ്, ഒരു സോപ്പ്, ഉജാലയുടെ സോപ്പ് പൊടി, പഞ്ചസാര. ഇത്രയാണ് ഇവിടെ കിറ്റ് കിട്ടിയിരിക്കുന്നത്. എന്നത് ഏത് കാര്യമാണെങ്കിലും ഈ കോളനിയിലേക്ക് വരുമ്പോൾ നമ്മളല്ലേ ഒച്ചപ്പാടുണ്ടാക്കണം. ഇല്ല ഈ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടിയല്ല. ഓണം കഴിഞ്ഞിട്ട് എത്ര നാളായി ഓർത്ത് നോക്കിക്കേ. അന്ന് അതിൻ്റെ മുമ്പ് കിട്ടേണ്ട ട്രൈബൽ ഓഫീസിൻ്റെ കിറ്റാണിത്. തന്നെയല്ല ഇവിടെ പലരും സ്ഥലമെടുത്തിട്ടുണ്ടല്ലോ. ആൾക്കാരുടെ അവിടെ ഓസൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ സ്ഥിരതാമസം പട്ടയക്കാരായിരിക്കുന്നവരോട് പറയുന്നത് എന്നാണെന്നറിയാമോ, ഇതെല്ലാം എടുത്ത് മാറ്റിക്കോ. അതിൽ നടക്കാൻ പോലും ഇപ്പോൾ അവർക്ക് അനുവാദമില്ല. ഇവിടെ ആൾക്കാർക്ക് സ്ഥലമെടുത്തതുകൊണ്ട്. ആരുടെ കയ്യിലെ കുഴപ്പമാണിത്? സ്വന്തം പട്ടയം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടല്ലേ. ഇതൊക്കെ സർക്കാർ ഒന്ന് അന്വേഷിക്കണ്ടേ? നിങ്ങൾ തന്നെ ഒന്ന് പറ. സർക്കാർ അന്വേഷിക്കണ്ടേ? ഇവിടെ താമസിക്കുന്നവർക്ക് കുടിവെള്ളം എടുക്കണമെങ്കിൽ താഴെ പോയി ആനയുള്ള സ്ഥലത്ത് പോയി ചുമന്നു കൊണ്ടുവരണം. ഈ പണിയിൽ ആൾക്കാർ സമ്മതിക്കുകയില്ല. ഇപ്പം ഞാൻ അറിഞ്ഞു വഴക്കുണ്ടാക്കി തുടങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ പണി കഴിയുന്നോടം വരെ നിങ്ങൾ എടുക്കണ്ട, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓസ് ഇട്ടോളാം. എന്തിനാ ഓസ് എടുക്കണം? അത് നിങ്ങൾ തന്നെ പറയേ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. ഇത് സർക്കാർ തലത്തിൽ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാ സഹായം ചെയ്തു തരണം. ഓക്കെ.